Praise the Lord. Welcome to Living Under Open Heaven. അനുഗ്രഹീതമായ ഒരു പുതിയ വർഷം കർത്താവ് നമുക്ക് തന്നു. ഈ പുതിയ വർഷത്തിൽ ദൈവസഭകളോടുള്ള ദൈവത്തിൻ്റെ പ്രത്യേക ദൂത് നിങ്ങൾക്കായി ഒരു സ്വർഗം തുറന്നിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ദമേഷ്യൻ കൈസറാൽ നാടുകടത്തപ്പെട്ടവനായി താൻ പാർത്തിരുന്ന ഏകാന്തതയുടെ നടുവിൽ എല്ലാ വാതിലുകളും അടഞ്ഞ് അവൻ്റെ മുൻപിൽ തുറക്കപ്പെടുവാൻ ഒരു വാതിൽ പോലും ഇല്ലാതിരിക്കുന്ന നാളിൽ മരണഭയം തൻ്റെ മുൻപിൽ, അല്ലെങ്കിൽ മരണത്തിൻ്റെ ശക്തികൾ, ഏകാന്തതയുടെ ശക്തികൾ തൻ്റെ ജീവിതാന്തരീക്ഷത്തെ വല്ലാതെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമായവൻ തനിക്ക് തന്നെ വെളിപ്പെടുത്തി കാണിച്ച് യോഹന്നാനോട് പറയുന്നു: ഇതാ സ്വർഗത്തിലൊരു വാതിൽ നിനക്കായി തുറന്നിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഈ ജീവിതാന്തരീക്ഷത്തിൻ്റെ യാത്രയുടെ നടുവിൽ, നീ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നിന്റെ മുമ്പിലെ എല്ലാ വാതിലുകളും ഒരുപക്ഷെ അടഞ്ഞിട്ടുണ്ടാകാം. ആരും നിന്നെ സഹായിപ്പാനോ ആരും നിനക്ക് ഒരു വഴികാട്ടിയായോ ഇന്നലകളിൽ ഇന്നോ നിന്നോടൊപ്പം ആരും ഇല്ലായിരുന്നേക്കാം. പക്ഷേ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുന്നു. എല്ലാ വാതിലുകളും അടയുമ്പോഴും ഒരിക്കലും നിന്റെ മുമ്പിൽ ഒരു വാതിലുകളും അടയാതെ എന്നേക്കുമായി തുറന്നിരിക്കേണ്ടതിന് സ്വർഗത്തിലൊരു വാതിൽ നിനക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയട്ടെ, 2025 നിന്റെ ജീവിതം ഇന്നലകളിൽ നീ ജീവിച്ചതിനേക്കാൾ, നിങ്ങളായിരുന്ന ഏത് അന്തരീക്ഷങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായി പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതമായി മാറും. പ്രശ്നങ്ങളല്ല ഇനി നിന്നെ ജയിക്കാൻ പോകുന്നത്, രോഗങ്ങളല്ല നിന്നെ ജയിക്കാൻ പോകുന്നത്. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ നിങ്ങൾ സകലത്തിൻ്റെ മേലും നിങ്ങൾ ജയം പ്രാപിക്കും. ഇന്നലകളുടെ തോൽവികൾ നിങ്ങളുടെ മുമ്പിൽ വഴി മാറിപ്പോകും. നിങ്ങൾ പ്രശ്നങ്ങളെ ജയിച്ച് നിങ്ങൾ അതിൻ്റെ നടുവിൽ തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിലെ ഒരു അസാധാരണമായ ജീവിതത്തിലേക്ക് കടക്കേണ്ടതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയരോട് പറയട്ടെ, ഇന്നലകളുടെ സകല പ്രശ്നങ്ങൾ നിങ്ങൾ മറക്കുക. ഇന്നലകൾ നിന്റെ മുമ്പിൽ അടയപ്പെട്ട വാതിലുകൾ മറക്കുക. ഇതാ സ്വർഗത്തിൽ നിനക്കായി ഒരു വാതിൽ തുറന്നിരിക്കുന്നു. 2025 നിങ്ങളുടെ ജീവിതം ഒരു അസാധാരണമായ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടും. May the Lord bless you.